ഹായ് പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൃദയം നിറഞ്ഞ എല്ലാവർക്കും വിഷു ആശംസകൾ. എല്ലാ മക്കളും എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് ഞാൻ മനസ്സാലെ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഇലയടയാണ്. ഇലയട എന്ന് പറയുമ്പോൾ എല്ലാവരും ഇപ്പോൾ പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് അപൂർവമാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, പലതരത്തിൽ ഇലയട ഉണ്ടാക്കാറുണ്ട്. അതായത് കോറൻ്റെ, എന്താ പറയുക, അരിപ്പൊടിൻ്റെ, വേറെ മറ്റുള്ള സാധനം വെച്ചിട്ടൊക്കെ ഇലയട ഉണ്ടാക്കും. പക്ഷെ വിഷു ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇലയടയാണ് ഏറ്റവും പ്രധാനം. എന്താണെന്ന് വെച്ചാൽ ഉണ്ണിയപ്പം, ഇത് എന്താ പറയുക, വെല്ലപ്പം എന്നൊക്കെ പറയും, അതൊക്കെയും ഉണ്ടാക്കുന്ന സാധനം തന്നെയാണ്. പക്ഷേ ഈ വിഷുവിന് ഇലയടയാണ് ഏറ്റവും പ്രധാനം. ഞങ്ങളൊക്കെ പണ്ട് കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്കൊരു ഇലയട കിട്ടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്താണ് വിഷു ആവട്ടെ വേണ്ട, എന്താ കാരണം എന്ന് വെച്ചാൽ 2 രൂപയോ 1 രൂപയൊക്കെ കിട്ടുള്ളൂ. പക്ഷേ ഇലയട നമുക്ക് 2 കിട്ടും. ഏത് വീട്ടിൽ പോയാലും ഇലയടയും വെച്ച് 2 രൂപയാണ് നമുക്ക് പണ്ട് കാലഘട്ടങ്ങളിൽ കിട്ടുക. പക്ഷെ ഇന്നൊന്നും അങ്ങനെയല്ല. ആരും വിഷുക്കാണെന്ന് വെച്ചാൽ കൈനീട്ടം വാങ്ങിക്കാൻ പോകാൻ അങ്ങനെയൊന്നും അല്ല. അന്നൊക്കെ എല്ലാം മാറി മറിഞ്ഞു. പക്ഷെ അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ ഇലയട എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നും കൂടി കാണിച്ചു തരുന്നത്. പിന്നെ ഒരു കാര്യം, ഇലയട എന്ന് പറയുമ്പോൾ പല വിധത്തിലുണ്ടാക്കുക. ഞാനിപ്പോൾ ഈ ഇലയടയ്ക്ക് എടുത്ത സാധനങ്ങൾ നിങ്ങൾക്ക് 2 ദിവസം വെളിയിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റിയതാണ്. ഇപ്പോൾ നമുക്ക് വൈകിട്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കി നമുക്കൊരു വിരുന്നുകാരൻ്റെ അവിടേക്കൊക്കെ കൊണ്ടുപോകണം, ഒരു കുട്ടികൾക്ക് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ ഞാൻ ഈ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ രാത്രിയിലെ പിറ്റേ ദിവസത്തിന് ഈ ഇലയട കേടുവരില്ല. അതിൻ്റെ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് വറുത്ത അരിപ്പൊടി. വറുത്തതും വെച്ച് ചെയ്യാം, പച്ചപ്പൊടിയും വെച്ചിട്ട് ചെയ്യാം. വറുത്ത അരിപ്പൊടി, വെല്ലം ഞാനിത് ചീവിയതല്ല, നല്ലോണം കല്ലുകൊണ്ട് പൊടിച്ചെടുത്തതാണ്. കല്ലുകൊണ്ടല്ല, അമ്മിക്കല്ല് വെച്ച് പൊടിച്ചെടുത്തതാണ്. ചെറുപയർ ഞാൻ മേടിച്ചിട്ട് വറുത്ത് പിന്നെ നല്ല വെള്ളത്തിലിട്ട് വേവിച്ച്, കുക്കറിൽ ഇത് വേവിക്കരുത്, നമ്മൾ നിറയെ വെള്ളം വെച്ച് വേവിച്ചിട്ട് ഇതെങ്ങനെ ഒരു 2-3 തള വരുമ്പോൾ നമ്മളൊന്ന് ഇങ്ങനെ എന്താ പറയുക, നെറ്റുള്ള പാത്രത്തിലൊന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കിട്ടും. പക്ഷെ അത് വെന്തിട്ടും ഉണ്ട്. പിന്നെ നാളികേരം പച്ച ഇട്ട് വെച്ച, പിന്നെ നമ്മൾക്ക് എന്താ ഒരു ദിവസം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല, നാളികേരം നല്ല പോലെ ഒന്ന് ചൂടാക്കി അതിൻ്റെ ആ പാലൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ട് വറവറാന്നാക്കിയിട്ട് നന്നായി ഒന്ന് നോക്കിക്കോളും. ഫസ്റ്റ് നമുക്ക് ഇഡ്ഡലി പാത്രം ഒന്ന് വെച്ച് കൊടുക്കുക. വെള്ളം ഒന്ന് തിളക്കട്ടെ. മാവ് കുഴക്കുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് വെള്ളം തിളച്ചാൽ വേഗം എടുക്കുക. അതിന് വേണ്ടിയിട്ടാണ്. ഇത് വെള്ളം ഒന്ന് നന്നായി തിളക്കട്ടെ. അതിൻ്റെ ഉള്ളിൽ ഞാൻ മാവ് കുഴക്കാം. വെള്ളം ഒന്ന് നന്നായി തിളക്കട്ടെ. ഇതിലിപ്പോൾ ഞാൻ 1 കിലോ കൂടുതൽ എടുത്തിട്ടുണ്ട് മാവ്. ഫസ്റ്റ് നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ലേശം ഉപ്പ് വേണ്ടാത്തവർക്ക് വേണ്ട, പക്ഷെ ഇത്തിരി ഉപ്പിട്ട് കൊടുത്താൽ നന്നായിരിക്കും. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കണ്ട്. വെള്ളം നോക്കിയിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. വെള്ളം എന്താ പറയുക, ആവശ്യാനുസരണം ഒഴിച്ചോളൂ. നമ്മൾ പരത്താൻ നിൽക്കുമ്പോൾ നമ്മൾക്ക് ഇതിങ്ങനെ ഇരിക്കണം. നമ്മളിപ്പോൾ എടുത്ത് ഇലയിൽ വയ്ക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഇരിക്കണം. ഒരുപാട് വെള്ളമാകരുത്, എന്നാൽ ഇങ്ങനെ ഇരിക്കുമാണ്. മാവ് അങ്ങനെ കുഴച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇലയെടുത്ത് ഓരോന്ന് പരത്തണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ ഇല വന്ന് പ്ലാച്ചി ഇലയാണ്. പ്ലാച്ചി ഇല എന്നാണ് നമ്മുടെ ഇവിടെയൊക്കെ പറയുക, ഞങ്ങളുടെ ഈ പാലക്കാടൊക്കെ പറയുക. ഓരോ നാട്ടിൽ ഓരോ വിധം പറയും. ഈ ഇലയിലുണ്ടാക്കിയ നല്ല ടേസ്റ്റും കിട്ടും. ഈ ഇല ഇപ്പോൾ അധികം കിട്ടാറൊന്നുമില്ല, പക്ഷേ എനിക്ക് ഇല കിട്ടി 2 ദിവസമായി. അത് കാരണമാണ് ഒത്തിരി വാടിയിരിക്കുന്നത്. നല്ല പച്ചയായിരുന്നു. എങ്ങനെയാണ് പരത്തണമെന്ന് കാണിച്ചു തരാം. എന്നിട്ട് കയ്യിൽ നമുക്ക് ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒത്തിരി നെയ്യൊന്നിങ്ങനെ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ ആക്കാം. ആക്കിയ ശേഷം മാവിലേക്ക് നമുക്കിതങ്ങനെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലാകില്ല. പിന്നെ പരത്താൻ ഈസി ആയിരിക്കും. കണ്ടല്ലേ, എത്ര നൈസിലേക്ക് വേണമെങ്കിലും കൊണ്ടുപോകുക. അതിനാണ് ആ നെയ്യിൽ മുക്കണം എന്ന് പറയണത്. നെയ്യിൽ ഇല്ലാത്തവർ വെളിച്ചെണ്ണയാക്കിയാലും കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ ഞാൻ തേങ്ങയും വെല്ലമൊക്കെ എങ്ങനെ ഇടണമെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് തേങ്ങയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അടുത്ത് നമുക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം. നല്ല വേവിച്ചെടുത്തതാണ്. ഇനി നമുക്ക് വെല്ലം ഇട്ട് കൊടുക്കാം. വെല്ലം ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കണം, ഇല്ലെങ്കിൽ നമുക്കിത് ഒലിച്ചിറങ്ങും വേകുമ്പോഴേക്കും. വെല്ലമൊക്കെ വീട്ടിലെങ്ങനെയാണ് മധുരം അതിനനുസരിച്ചിട്ടോളൂ. നമ്മൾക്കിനി ഇതിനെ ഒന്ന് മടക്കി കൊടുക്കാം. വെല്ലം ഇതെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം. ഈ മടക്കി കൊടുക്കുമ്പോൾ വെല്ലം എവിടെയെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉള്ളിലേക്ക് ആക്കിക്കൊള്ളണം. അപ്പം അങ്ങനെ എല്ലാം മടക്കി കഴിഞ്ഞു. വെള്ളം തിളയ്ക്കേണ്ട നമുക്ക് ഓരോന്നായി വെച്ച് കൊടുക്കാം. അപ്പം അങ്ങനെ അത് നന്നായി വേവട്ടെ. നമ്മൾക്ക് ഇനിയും പരത്തിയെടുക്കാനുണ്ട്. ഞാൻ അതൊന്നും കൂടെ പരത്തിയെടുക്കട്ടെ. അപ്പം അങ്ങനെ എല്ലാം പരത്തി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അവസാനത്തെ ഇലയാണ്, നോക്കോളൂ. ഈ ഇല ഉണങ്ങിയതാണ് പറഞ്ഞിട്ട് പേടിക്കാനൊന്നുമില്ല. ഇതൊക്കെ ചിലവർ ഇത് ഉണ്ടാക്കി ഇതിനെടുത്ത് കഴിച്ചു കഴിഞ്ഞ് നല്ല തുടച്ചിട്ട് എടുത്ത് വയ്ക്കുന്നവരും ഉണ്ട്, പിന്നെ കളയണവരും ഉണ്ട്. എന്താ വെച്ചാൽ നിറയെ കിട്ടുകയാണ് വെച്ചാൽ. ഉണങ്ങിയതാണ് പറഞ്ഞാൽ അതിലൊന്നും പറയാനൊന്നുമില്ല. നമ്മൾക്കൊന്ന് വെന്താൻ നോക്കട്ടെ. ഫസ്റ്റ് വെച്ചത് വന്നിട്ടുണ്ട്. നല്ലപോലെ വെന്തിട്ടുണ്ട്, നോക്കിക്കോളൂ. ഇനി നമുക്ക് ഒരു ട്രിപ്പും കൂടെ വെച്ച് കൊടുക്കാം. വെള്ളം നോക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നും ഇങ്ങനെ ഇത് തിളയ്ക്കുന്നുണ്ടോ, വെള്ളം മതിയോ എന്നൊക്കെ നമ്മൾ നോക്കണം. എന്നിട്ട് വേണം വെച്ച് കൊടുക്കണമെങ്കിൽ. ഇതും കൂടെ ഒന്ന് നന്നായി വേവട്ടെ. അപ്പോൾ അങ്ങനെ നമ്മുടെ വിഷു ഇലയുടെയൊക്കെ ചുട്ട് കഴിഞ്ഞു. മറ്റാരുമല്ല ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ എപ്പോഴും വരുന്ന ആൻറ്റിയാണ് വരുന്നത്. ആൻറ്റി ശരി, നമ്മുടെ വിഷു ഇലയുടെയും വിഷുപ്പൂവും കൂടി നല്ല മാച്ചാണ് കാണാൻ. എന്തായാലും രണ്ടും ഇലയാണല്ലോ. പിന്നെ പണ്ടൊക്കെ വിഷു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇതാണ്, ഇലയുടെയൊക്കെ ഒരു സ്വപ്നമാണ് അന്നൊക്കെ. പക്ഷേ ഈ വിഷു പറയുമ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് എല്ലാവരുടെ അടുത്തും പൈസ ഉണ്ടാവും, മുതലാളിമാരുടെ അടുത്തും തൊഴിലാളിയുടെ അടുത്തൊക്കെ ഉണ്ടാവും. ധാരാളം തേങ്ങ, പച്ചക്കറി എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഭഗവാനെ നിവേദിക്കാനുള്ള ഇതും കൂടിയാണിത്. അപ്പോൾ മധുരം, തേങ്ങ എല്ലാം, പച്ചരി എല്ലാറ്റിൻ്റെ ഒരു കൂട്ടാണല്ലോ അത്. ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളതാണ്. പിന്നെ നമ്മുടെ തുടങ്ങുകയാണല്ലോ വിഷു പറഞ്ഞാൽ ആദ്യത്തെ ഇത് തുടങ്ങുകയാണ്, ഉത്സവം തുടങ്ങണേ. അപ്പോൾ ഞങ്ങൾക്ക് ഇത് നാഗവല്ലിത്തെ കാരണവരില്ലേ എന്ന പോലെ ഞങ്ങളുടെയൊക്കെ മുത്തച്ഛന്മാരും അമ്മമാരും ഒക്കെ ഇരിക്കും.
എന്നിട്ട് ഞങ്ങൾക്കൊക്കെ ഓരോ 25 പൈസ വരും. പക്ഷെ ഞങ്ങൾക്കതൊക്കെ ഒരു സ്വർണ്ണം കോയിൻ കിട്ടിയ പോലെയാണ് അന്ന്. പക്ഷേ ഇന്നിപ്പോൾ സ്വർണ്ണ കോയിനും ഇല്ല, ഇതും ഇല്ല, ഒന്നുമില്ല. കുട്ടികൾക്കൊന്നും ഇപ്പോൾ വിഷ്കൈ നീട്ടം വലിയ കാര്യമില്ല. എന്നാലും ഇപ്പോൾ ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളൊക്കെ വയസ്സായതിലല്ലേ ഇപ്പോഴും ഞങ്ങളാ ചടങ്ങൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പോണു. നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്യണം. എന്നാലൊരു നമുക്ക് എന്തെങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കാൻ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും അങ്ങനെ ഉണ്ടായിരുന്നു, വിഷു ഉണ്ടായിരുന്നു, അങ്ങനെ കൈനീട്ടം കൊടുത്തിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ അറിയില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ലണ്ടനിൽ പോയിരുന്നു. അപ്പോൾ പോയപ്പോൾ അവിടുത്തെ ആൾക്കാർ, വിദേശികൾ എല്ലാവരും കൂടി വിഷു കൊള്ളണു കൈനീട്ടം കൊടുത്തിട്ട്. അപ്പോൾ അവൾ ഉടനെ എന്നെ വിളിച്ചിട്ട് നമ്മുടെ ഒന്നുമില്ലല്ലോ നമുക്ക് നോക്കൂ ഇവിടെ ചെയ്യണു പറഞ്ഞിട്ട് അവൾ ലണ്ടനിലാണ് അവൾ പറഞ്ഞു. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇതൊന്നും ആചാരങ്ങളൊന്നും വിടരുത്. നിങ്ങൾ ന്യൂ ജനറേഷൻ എല്ലാവരും ഇതൊക്കെ നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികളും എല്ലാവരും ഇതൊക്കെ കൊണ്ടാടണം. 25 പൈസയൊന്നും അല്ലെങ്കിലും സ്വർണ്ണക്കോയിൻ അല്ലെങ്കിലും ചെറിയൊരു പൈസ തരുമ്പോൾ സന്തോഷത്തോടെ മേടിക്കണം. പുതിയ തുണി കൊടുക്കണം. ഇതാ ഇലയുടെ പുഷ്പമ്മ സൂപ്പറായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇലയുടെ. പണ്ട് ഈ ഇലയൊന്നും ഇന്ന് വാഴ ഇലയാണ്, അത് ടേസ്റ്റ് ഇല്ല. ഇതാ ഈ ഇലയിലാണ് ഇങ്ങനെ ഉണ്ടാക്കുക. പക്ഷേ ഈ ഇല ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ ആ മണവും അതിൻ്റെ അതും കൂടി ഭയങ്കര ടേസ്റ്റാണ്. പുഷ്പമ്മ തെരഞ്ഞു പെറുക്കി ഇല ഉണ്ടാക്കിയിട്ട് ഇതിപ്പോൾ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ഇലയുടെ ഒന്ന് കഴിച്ചു നോക്കിയാലോ ആന്റി? ഒന്ന് കഴിച്ചു നോക്കോളൂ. ചൂടുണ്ട്, നല്ല തുറന്നോളൂ. ഹായ്, എന്താ കഥ! ആ എലിയിൽ ഒട്ടാണ്ട് നോക്കൂ, എത്ര വൃത്തിയായിട്ടാണ് എലിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കണം അല്ലേ. നല്ല നല്ല കഴിച്ച പല്ലൊന്നുമില്ല, എന്നാലും പല്ലൊന്നുമില്ലെങ്കിലും കഴിക്കാം. ആദ്യം തേങ്ങയുള്ളവിടം കഴിക്കട്ടെ, തേങ്ങയുള്ളവിടം കഴിക്കാം. സൂപ്പറായിട്ടുണ്ട് പുഷ്പേ, നന്നായിട്ടുണ്ട്. ഈ പച്ചരിയും ഏത് കാര്യത്തിനും ഈ പച്ചരിയും വെല്ലവും ഭയങ്കര കൂട്ടണം. അതിൻ്റെ ഇടയിൽ കൂടി തേങ്ങയും കൂടി ഇട്ടാൽ പിന്നെ പറയാനില്ലല്ലോ. നന്നായിട്ടുണ്ട്. നിങ്ങൾ വിഷു വല്ല വരുന്ന സുഖമായിട്ട് ഇതൊക്കെ ഉണ്ടാക്കി ചക്ക ഇടും. അതെ അതെ, ചക്ക. അതെ, പക്ഷെ എനിക്ക് ചക്കയൊന്നും കിട്ടിയില്ല. അല്ല അതെ, ചക്ക വരട്ടിയത് പ്രധാനമാണ്. ഇലയിടയ്ക്ക് ചക്ക വരട്ടിയത് പ്രധാനമാണ്. പക്ഷെ പഴയ ഇപ്പം കിട്ടാനുണ്ട്, കടകളിൽ നിന്നൊക്കെ കിട്ടും. പക്ഷെ അത് വലിയ ടേസ്റ്റ് ഒന്നുമില്ല. പുഷ്പമ്മ നിറയെ ചരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതൊന്നും ഇട്ടില്ല. എന്താണ്, അതിനൊന്നും ഇപ്പൊ ടൈം കിട്ടിയില്ല. ഇനി ഒരു ദിവസം നമുക്ക് അടിച്ചു പൊളിച്ചുണ്ടാക്കാം. നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ടു, കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ തിന്നാൻ തോന്നും. കണ്ടു, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതുണ്ട്, നന്നായിട്ടുണ്ട്. ഇത് എൻ്റെ ഉള്ളിലത്തെ കാണിച്ചു തരാം. ഇതാ ഇതാ കഴിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇപ്പോൾ? നന്നായിട്ടുണ്ട്. പല്ലില്ലാത്ത എനിക്കും കൂടിയിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങളതുപോലെ ഇലയുടെ ഉണ്ടാക്കുക. വിഷുവൊക്കെ കഴിഞ്ഞതും ഭഗവാന് ഇത് ഉണ്ടാക്കി പൂജ കഴിക്കുക. ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ വെല്ലവും നാളികേരവും മിക്സ്, അല്ല തേങ്ങ മിക്സ്. നിങ്ങളത് ഉണ്ടാക്കുക, ഭഗവാന്റെ കാരുണ്യം നേടുക, ഭഗവാന്റെ അനുഗ്രഹം നേടുക. അതുപോലെ ഞങ്ങളുടെ പാടി കിച്ചണിലേക്കും എല്ലാവരും ഇതൊക്കെ അയക്കുക. ഇതൊക്കെ നോക്കിയിട്ട് തന്നെ നിങ്ങളെ അഭിപ്രായമൊക്കെ അയക്കുക. ഇനി നല്ലൊരു ഇത് ഞങ്ങൾ ഇനി ഒരു ഫുഡ് പുഷ്പമ്മ ഉണ്ടാക്കുന്നതാണ്. ഇതിനോടുകൂടി തന്നെ വേറൊരു ഫുഡ് ഉണ്ടാക്കുന്നതാണ്. എന്താ പറയാ, ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കുന്ന ഞാൻ വിശ്വസിക്കണം. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കുക. അതുവരെയ്ക്കും എല്ലാവർക്കും പുതിയ വീഡിയോ ആയിട്ട് ഒരു ഹായ്.